ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊല്ലം കുരീപ്പുഴ പള്ളിക്ക് സമീപം മത്സ്യബന്ധന ബോട്ടുകളിൽ വൻ അഗ്നിബാധ. കായലുകളിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. തമിഴ്നാട് കുളച്ചലിൽ നിന്നുള്ള ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടുകൾ കത്തി അമരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ബോട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങൾ നൽകാനായി അവിടെ നിന്ന് രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ അഗ്നിബാധ ഉണ്ടായത്? ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണല്ലോ ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ അഗ്നിബാധയാണ് കൊല്ലത്ത് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കുരീപ്പുഴയിലാണ് ഈ ബോട്ടുകൾ ഉണ്ടായിരുന്നത്. അഷ്ടമുടിക്കായലിൽ ഇത്തരത്തിൽ നങ്കൂരമിട്ടിരുന്ന ഈ ബോട്ടുകളിലേക്കാണ് തീ പടർന്നത്. എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ആഴ്ചകൾക്ക് മുൻപാണ് മറ്റൊരു വാർത്ത ഈ ഒരു പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. തൊട്ടപ്പുറത്താണ് ആ പ്രദേശം. ഇപ്പോൾ എന്തായാലും അത് ആവർത്തിക്കുകയാണ്. ഇത്തവണ കൂടുതൽ ബോട്ടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. കാരണം അപകടം ഉണ്ടാകുമ്പോൾ ഈ ബോട്ടുകൾ ചേർത്താണ് നങ്കൂരമിട്ടിരിക്കുക. ആദ്യം ഒരു ബോട്ടിലേക്ക് തീ പടർന്നാൽ അത് സമീപത്തുള്ള ബോട്ടുകളിലേക്ക് തീ പടർന്ന് അത്തരത്തിലാണ് ഇത് പ്രശ്നത്തിലേക്ക് വരിക. ഇത് പുലർച്ചെ 2:30-ക്കാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. ആ സമയത്ത് ബോട്ടിൽ ആളുകളില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിന് തീ പിടിച്ചാൽ മറ്റു ബോട്ടുകളെ അഴിച്ച് മാറ്റുന്ന തരത്തിലേക്കുള്ള കാര്യം ചെയ്യുന്നതിൽ ഒരു വൈകലുണ്ടായി. അതുകൊണ്ടാണ് ഏതാണ്ട് 9 ബോട്ടുകളും ഒരു ഫൈബർ ബോട്ടിനും ഇത്തരത്തിൽ നാശം ഉണ്ടാകാനുള്ള കാരണം ആയത്. അപകട കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ അപകടം ഉണ്ടായത് ഈ പാചകം ഉൾപ്പെടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഈ ബോട്ടുകളിലും വള്ളങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് പാചകം ചെയ്തതിനിടയിൽ തീ പടർന്നതാണ് എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ അപകടത്തിന് കാരണമായി. എന്നാൽ ഇത്തവണ ബോട്ടുകളിൽ ആളില്ലായിരുന്നു. കാരണം ഞായറാഴ്ചയാണ്. പല ബോട്ടുകളും ഈ സമയത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ കുളച്ചൽ ഭാഗത്തു നിന്നുള്ള ബോട്ടുകൾ കൂടിയാണ്. അതുകൊണ്ട് അവർ ആ സമയത്തേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ആളില്ലായിരുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ പിന്നെ എങ്ങനെ തീ പിടിക്കും എന്നുള്ള ചോദ്യമാണുള്ളത്. അതുകൊണ്ട് കാരണം നിലവിൽ എന്തായാലും വ്യക്തമായിട്ടില്ല. കാരണം വ്യക്തമാകാത്തൊരു ഘട്ടമാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ 9 ബോട്ടുകളും ഒരു ഫൈബർ ബോട്ടുമാണ് തീ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ ഇവിടെ ആ സമയത്ത് തന്നെ ആള് കൂടി ഒരു രക്ഷപ്പെടാൻ കഴിഞ്ഞു തന്നെയാണ് വലിയ അപകടത്തിലേക്ക് പോകും. കാരണം പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന 9 ബോട്ടുകളും ഒരു ഫൈബർ വള്ളവുമാണ് കത്തി അമർന്നത്. 8 ബോട്ടുകൾ നാട്ടുകാർ കെട്ടഴിച്ച് തള്ളു മാറ്റുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. വലിയ രീതിയിൽ തീ പടർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആർക്കും അപകടമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.